അത്ര ആത്മവിശ്വാസത്തിലാണ്. അതെ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന ഒരു സമരം, ആശാ വർക്കർമാരുടെ സമരം, ആ സമരത്തെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ഏത് സന്ദർഭം വന്നാലും ഒത്തുതീർപ്പാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആരെ മുൻകൈ എടുക്കേണ്ടത്? അത് മുൻകൈ എടുക്കേണ്ടത് രണ്ടു ഭാഗത്തും വേണ്ടിയും അതിൽ ഗവൺമെൻറ് ആവശ്യമായ സംഭാഷണം നടത്തിയിട്ടുണ്ടല്ലോ മുമ്പ് തന്നെ. ഇത് മുൻകൈ എടുക്കാതിരുന്നിട്ടില്ല, ഒരു ഘട്ടത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തിയതിന് ശേഷമാണ് വീണ്ടും സമരം തുടരുന്നത്. ആ സമരം സ്വാഭാവികമായിട്ടൊരു ഒരു സ്ഥിതിയിലെത്തുമ്പോൾ അതിൻ്റെ വീണ്ടും ചർച്ച നടക്കും. ചർച്ച നടത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ, ആരെങ്കിലും ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമോ? പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അവർ എല്ലാ പുരോഗമനപരമായ നിലപാടിനും എതിർത്ത് നിൽക്കുന്നവരാണ്. നാഷണൽ ഹൈവേ വരുമ്പോൾ ആ നാഷണൽ ഹൈവേ വരാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. അവരാരൊക്കെയാണെന്നറിയോ? ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, മറ്റൊന്ന് SDP ആണ്, പിന്നെ അതിൻ്റെ ഒപ്പം ചേർന്ന് കോൺഗ്രസ് ഉണ്ട്, RSS ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ വിഭാഗമുണ്ട്. ഈ മഴവിൽ സഖ്യം മുഴുവനും അന്ന് നാഷണൽ ഹൈവേ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടിയ ഒരു അവസരം വെച്ചുകൊണ്ട് കീഴാറ്റൂര്, നമ്മൾ ഓർക്കേണ്ട, ബംഗാളിൽ നിന്നാണ് മണ്ണ് കൊണ്ടുവന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം വരാൻ പോകുന്ന മണ്ണാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേ അവിടെ നിന്ന്. എന്നിട്ട് അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഈ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPIയും അതുപോലെ തന്നെ RSSും BJPയും കോൺഗ്രസും എല്ലാം ചേർന്നിട്ട് ലീഗും എല്ലാം അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് നാഷണൽ ഹൈവേ വരാതിരിക്കുന്നതിന് വേണ്ടി വയൽക്കിളി പ്രസ്ഥാനം ഉണ്ടാക്കി കീഴാറ്റൂർ അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭവും സമരവും ആത്മഹൂതി ഭീഷണിയൊക്കെ ഉയർത്തിയത്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിൽ നാഷണൽ ഹൈവേ വന്നത്. അത് ഈ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. പിന്നെ ആര് ഈ UDFന് വേണ്ടി നിൽക്കുന്നതാണ് വിചാരിക്കുന്നത്? നാഷണൽ ഹൈവേ മാത്രമല്ല, ഗയൽ പദ്ധതി അങ്ങനെയല്ലേ, ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഇവരല്ലേ, ഈ SDPIയും അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയല്ലേ. അതിൻ്റെ ഒപ്പം കോൺഗ്രസും ചേർന്നു, ലീഗും ചേർന്നു. എന്നിട്ട് പറഞ്ഞു ഗയൽ പദ്ധതി പറ്റില്ല. ആയല്ലോ ഗയൽ പദ്ധതി. പിണറായി ഗവൺമെൻറ് ഇല്ലായിരുന്നെങ്കിൽ ഗയൽ പദ്ധതി ഉണ്ടാവുമോ? കൂടംകുളത്തുള്ള വൈദ്യുതി വരണ്ട, മതിയാക്കുക, അവിടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ ഫയർ അവസാനിപ്പിച്ചത്. അതിപ്പോൾ വന്നില്ലേ? അപ്പോൾ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. അത് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ, 1600 രൂപ. ഇന്ത്യയിൽ ആദ്യത്തെ അതിദരിദ്രം അവസാനിപ്പിക്കുന്ന സംസ്ഥാനം അത് ഈ നവംബർ 1 മുതൽ കേരളമായിരിക്കും. ഇനി ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനമില്ല. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, ആതുര ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമത്തായ കേന്ദ്രം അത് കേരളമല്ലേ? ഞാൻ പറയുന്നതല്ലോ, നീതി ആയോഗിൻ്റെ തന്നെ കൃത്യമായ കണക്കല്ലേ പറയുന്നത്. പാവപ്പെട്ട മനുഷ്യർക്ക് വീട്, 5 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ വീട് പൂർത്തിയായാലും ഇനിയും വേണം കുറേ ആൾക്ക് വീട്. ആ വീട് കൊടുക്കും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഈ കേരളത്തെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങളെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് CPIഎമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെയും കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 123 സീറ്റ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 123 സീറ്റ് അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ അന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഇവിടെ ഈ പിണറായി ഗവൺമെൻറ് അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച്